ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കാറുള്ള അതേ ഒരു ടേസ്റ്റിലുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാമല്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു നേന്ത്രക്കായ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് 3 പീസാക്കി എടുക്കുക. ഇതുപോലെ ചെറുതാക്കി എടുക്കുന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് 6 പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.25 കപ്പ് മുതൽ 2 കപ്പ് വരെ ആകാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പാകത്തിനാണ് കേട്ടോ. 1.25 കപ്പ് 2 കപ്പിൻ്റെ അടുത്ത് അത്ര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പഴം നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് മുക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എല്ലാവരും പഴംപൊരി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമുക്കിത് വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കുക്കിങ്ങിലോട്ട് കാലെടുത്ത് വെക്കുന്ന എൻ്റെ മോളെ പ്രായത്തിലുള്ള ആ ഒരു കുട്ടികൾക്കൊക്കെ, അതുപോലെ ബാച്ചിലേഴ്സിനും, അവർക്കൊക്കെ കുറച്ചും കൂടി ഈസി ആകും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇത് ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇടയ്ക്ക് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. മറ്റേ സൈഡും കൂടെ നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴം കൂടി നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ്. പഴംപൊരി ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.